നമസ്കാരം. ടാലന്റ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജെറിൻ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ ഭിന്നസംഖ്യകൾ എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലോട്ട് അങ്ങ് പോവാം. അപ്പോൾ നമ്മൾ ഈ ഭിന്നസംഖ്യ അല്ലെ ഫ്രാക്ഷൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് കുറേ അധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. മിക്കവാറും ഉള്ളവർക്കൊന്നും ഫ്രാക്ഷൻ എന്താണെന്നൊക്കെ അറിയായിരിക്കും, പക്ഷെ അതിനെക്കുറിച്ചുള്ള ജനറൽ ഒരു മൊത്തത്തിലുള്ള ഒരു കൺസെപ്റ്റ് ഒന്നും മിക്കവാറും ഉള്ളവർക്കൊന്നും കിട്ടത്തില്ലെന്നല്ല, അവർ കാണത്തില്ല. അതുകൊണ്ട് പലപ്പോഴും നമുക്ക് പല ക്വസ്റ്റ്യൻസും തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്താണ് ഫ്രാക്ഷൻസിനെ കുറിച്ച് ജനറലായിട്ട് നമുക്ക് കുറേ കാര്യങ്ങളൊന്ന് അറിഞ്ഞു വെക്കണം. കുറേ അധികം കാര്യങ്ങൾ ഞാൻ സംസാരിക്കും. എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും കേട്ട് നന്നായിട്ട് അത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ആദ്യം എന്താണ് ഫ്രാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഇതൊരു കേക്കാണെന്നിരിക്കട്ടെ. ഈ കേക്കിനെ നമ്മൾ ഇപ്പോൾ എത്ര കഷ്ണമാക്കി? 1, 2, 3, 4, 5, 6, 7, 8 കഷ്ണമാക്കി. ഈ 8 കഷ്ണത്തിൽ ഈ 3 കഷ്ണം നമ്മളങ്ങ് കഴിച്ചെന്ന് വിരിച്ചു. ഈ 3 കഷ്ണം ആർക്കോ കൊടുത്തു. ഈ 3 കഷ്ണം കഴിച്ചു എന്ന് ഇരിക്കട്ടെ. അപ്പോൾ ബാക്കി എത്ര കഷ്ണമുണ്ട്? 5 കഷ്ണം. കഴിച്ചതെന്ന് പറയുന്നത് 3 കഷ്ണം, ബാക്കിയുള്ളതെന്ന് പറയുന്നത് 5 കഷ്ണം. അപ്പോൾ നോക്കിക്കേ, മൊത്തം എത്ര കഷ്ണമുണ്ട്? 8 കഷ്ണം. കഴിച്ചത് എത്ര കഷ്ണം? 3 കഷ്ണം. ബാക്കിയുള്ളത് എത്ര കഷ്ണം? 5 കഷ്ണം. ഓക്കെ ആണോ? അപ്പോൾ ഓർത്തു വെക്കുക, ബാക്കിയുള്ളതിനെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യ എത്രയാണെന്ന് ചോദിച്ചാൽ 5/8. അതായത് മൊത്തം 8-ൽ 5 ഭാഗം അല്ലെങ്കിൽ 5 കഷ്ണം ബാക്കിയുണ്ട്. കഴിച്ചു തീർത്തതിനെ സൂചിപ്പിക്കുന്ന ഫ്രാക്ഷൻ എന്താന്ന് ചോദിച്ചാൽ 3/8. കഴിച്ചത് 3 കഷ്ണമാണ്. മൊത്തത്തിൽ എത്ര എണ്ണം ഉണ്ട്? 8. 8-ൽ 3 കഷ്ണം കഴിച്ചു, അപ്പോൾ 3/8. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, കഴിച്ചു തീർത്തത് 8-ൽ 3, ബാക്കിയുള്ളത് 8-ൽ 5. ഇതാണ് ശരിക്കും പറഞ്ഞ ഫ്രാക്ഷൻ. ഓക്കെ, ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി ഒരു ഫ്രാക്ഷനെ സംബന്ധിച്ച് അതിനൊരു ന്യൂമറേറ്ററും ഉണ്ട്, ഡിനോമിനേറ്ററും ഉണ്ട്. മലയാളത്തിൽ അംശവുമുണ്ട്, ഛേദവുമുണ്ട്. ഇവിടെ മേളത്തെ സംഖ്യ അംശവും താഴത്തെ സംഖ്യ ഛേദവുമാണ്. അപ്പൊ ഇവിടുത്തെ ന്യൂമറേറ്റർ അംശം എന്ന് പറയുന്നത് 5 ആണ്. ഇവിടുത്തെ അംശം എന്ന് പറയുന്നത് 3 ആണ്. ഇവിടുത്തെ ഛേദം എന്ന് പറയുന്നത് 8 ആണ്. ഇവിടുത്തെ ഛേദം എന്ന് പറയുന്നതും 8 ആണ്. അപ്പോൾ ഒരെണ്ണം കൂടെ 7/11. ഇവിടുത്തെ ന്യൂമറേറ്റർ 7, ഡിനോമിനേറ്റർ 11. അപ്പോൾ ഓർത്ത് വെച്ചോളാം, എന്താന്ന് ഫ്രാക്ഷൻ എന്ന് മനസ്സിലായി. ഫ്രാക്ഷന് 2 കാര്യങ്ങളുണ്ട്, ന്യൂമറേറ്ററും ഉണ്ട്, ഡിനോമിനേറ്ററും ഉണ്ട്. മേളത്തേത് ന്യൂമറേറ്റർ, താഴത്തേത് ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററിന്റെ മലയാളം അംശം, ഡിനോമിനേറ്ററിന്റെ മലയാളം ഛേദം. ഇനി 3 രീതിയിലുള്ള ഭിന്നസംഖ്യകളുണ്ട്. നമുക്ക് അതിലോട്ട് ഒന്ന് പോവാം. ആദ്യത്തേത് സാധാരണ ഭിന്നസംഖ്യ. അതായത് മലയാളത്തിൽ സാധാരണ ഭിന്നസംഖ്യ എന്ന് പറയും, ഇംഗ്ലീഷിൽ അവനെ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയും. പ്രോപ്പർ ഫ്രാക്ഷൻസിന് ഞാനൊരു ഉദാഹരണം എഴുതാം. 3/5, 8/11, 7/9. ഇപ്പൊ പ്രോപ്പർ ഫ്രാക്ഷൻ എന്താന്ന് ചോദിച്ചാൽ, ഛേദം എന്ന് പറയുന്ന സാധനം വലുതായിരിക്കും പ്രോപ്പർ ഫ്രാക്ഷൻ്റെ അകത്ത്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, അംശം ഛേദത്തിനേക്കാൾ കുറവായ ഫ്രാക്ഷനെയാണ് സാധാരണ ഭിന്നസംഖ്യ അല്ലെങ്കിൽ പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. 3 എന്ന് പറയുന്നത് 5-നേക്കാൾ ചെറുതാണ്. 8 എന്ന് പറയുന്നത് 11-നേക്കാൾ ചെറുതാണ്. 7 എന്ന് പറയുന്നത് 9-നേക്കാൾ ചെറുതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ കാണുന്ന ഭിന്നസംഖ്യ ഇംഗ്ലീഷിൽ അവനെ പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്ന് പറയും. പ്രോപ്പർ ഫ്രാക്ഷൻസ് എന്താന്ന് വെച്ചാൽ, ഛേദമായിരിക്കും വലുത്, അംശം ചെറുതായിരിക്കും. ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ കുറവായ ഫ്രാക്ഷനെയാണ് പ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്ത ഫ്രാക്ഷനാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ്. കേൾക്കുന്നവരൊന്ന് പറഞ്ഞു നോക്കുക. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മലയാളത്തിൽ വിഷമഭിന്നം. ഞാൻ ഒരു 2-3 ഉദാഹരണങ്ങൾ എഴുതാം, നോക്കിക്കോണം. 11/7, 5/3, 8/7, 9/2.
ഇതിനെയാണ് വിഷമഭിന്നം എന്ന് പറയുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി കാണും എന്താണ്. ഇവിടുത്തെ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ ഛേദം അംശത്തെക്കാൾ ചെറുതാണെങ്കിൽ, കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അംശം ഛേദത്തെക്കാൾ വലുതായ ഭിന്നസംഖ്യകളെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമഭിന്നം എന്ന് പറയുന്നു. ഇവിടെ നോക്കിക്കേ, ന്യൂമറേറ്റർ അല്ലേ വലുത്, ന്യൂമറേറ്റർ അല്ലേ വലുത്, അംശമല്ലേ വലുത്, അംശമല്ലേ വലുത്. ഇങ്ങനെയുള്ളതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻസ് അല്ലെങ്കിൽ വിഷമഭിന്നം എന്ന് പറയുന്നു. ദെൻ അടുത്ത ഭിന്നസംഖ്യയുടെ വേറൊരു പോർഷൻ അല്ലെ വേറൊരു ടൈപ്പാണ് മിശ്രഭിന്നം. മിശ്രഭിന്നം മലയാളത്തിൽ മിശ്രഭിന്നം എന്ന് പറയും, ഇംഗ്ലീഷിൽ അവനെ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും. മിശ്രഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ അതെന്തുവാണെന്ന് ഞാൻ 2-3 ഉദാഹരണങ്ങൾ എഴുതി കാണിക്കാം. 3 and 1/4, 3 4 1, 2 and 1/3, 5 and 4/7, അല്ലെങ്കിൽ 13 and 7/9. ഇങ്ങനെ ഈ എഴുതിയേക്കുന്നതെല്ലാം മിശ്രഭിന്നമാണ്. ഇനി എന്താണ് മിശ്രഭിന്നം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതിൻ്റെ അകത്തൊരു പൂർണ്ണസംഖ്യയുണ്ട്, അതുകൂടാതെ ഒരു സാധാരണ ഭിന്നസംഖ്യയുണ്ട്, പ്രോപ്പർ ഫ്രാക്ഷനും ഉണ്ട്. ഓക്കെ, എല്ലാം പ്രോപ്പർ ഫ്രാക്ഷനാണ്. കാര്യം ന്യൂമറേറ്റർ എല്ലാത്തിൻ്റെയും ചെറുതാണ്, നോക്ക് ഡിനോമിനേറ്ററാ വലുത്. അപ്പോൾ മിശ്രഭിന്നം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സംഖ്യയും ഒരു പ്രോപ്പർ ഫ്രാക്ഷനും കൂടെ ഒരുമിച്ച് വരുന്നതിനെയാണ് മിശ്രഭിന്നം എന്ന് പറയുന്നു. നോക്ക്, സാധാരണ സംഖ്യ 2, ഒരു സാധാരണ ഫ്രാക്ഷൻ 1/3, സാധാരണ സംഖ്യ 5, പ്രോപ്പറായിട്ടുള്ള ഒരു ഫ്രാക്ഷൻ 4/7, സാധാരണ സംഖ്യ 13, പ്രോപ്പറായിട്ടുള്ള അതായത് ന്യൂമറേറ്റർ ചെറുതായിട്ടുള്ള ഫ്രാക്ഷൻ 7/9. ഇങ്ങനെ വരുന്നതിനെയാണ് മിശ്രഭിന്നം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയുന്നു. ഓക്കെ ആണോ? ഇനി ഈ മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെയാ വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി നമുക്ക് മിക്സഡ് ഫ്രാക്ഷൻ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ എങ്ങനെ കിട്ടുന്നു എന്ന് നമുക്ക് നോക്കാം. 17 ഡിവൈഡഡ് ബൈ 5. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 17 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 15, ബാക്കി ശിഷ്ടം എത്ര വന്നു? 2. ഇത് വേണേൽ പോയിന്റ് ആക്കാം. ഇത് മിക്സഡ് ആവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മെയിൻ ആൻസർ ആയ 3 ഇവിടെ, ശിഷ്ടമായ 2 മുകളിൽ, ഹരിച്ച ഡിവൈസറായ 5 താഴെ. ഇങ്ങനെയാണ് ഇത് മിക്സഡ് ആവുന്നത്. ഇതിൻ്റെ അർത്ഥം 17 5 കൊണ്ട് ഹരിക്കുമ്പോൾ 3 പ്രാവശ്യം 5 വരും. ബാക്കിയുള്ളതിനെ 5 ഭാഗമാക്കിയാൽ അതിലൊരു 2 ഭാഗവും വരും. ഇങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇനി 40/6 എങ്ങനെ മിക്സഡ് ആക്കാം? 40/6 ഡിവൈഡ് ചെയ്തു 6 36, 40/6/36, 36 കഴിഞ്ഞ് ബാക്കി 4 ഉണ്ട്. അപ്പം മെയിൻ ആൻസർ 6. ശിഷ്ടമായ 4 മുകളിൽ ന്യൂമറേറ്ററായിട്ട്, ഹരിച്ച ഡിവൈസറായ 6, ഹാരകമായ 6 താഴെ. ഇത് വേണമെങ്കിൽ വെട്ടിക്കളഞ്ഞ 6 2/3 എന്ന്, 4ഉം 6 വെട്ടിക്കളഞ്ഞ് 2/3 എന്ന് വേണമെങ്കിലും നമുക്ക് എഴുതാം. അടുത്തത് 300/12 മിക്സഡ് ആവണം. ഒരു കാര്യം കൂടെ, 300/12 എന്തായാലും മിക്സഡ് ആവത്തില്ല, കാര്യം പൂർണ്ണമായിട്ട് ഹരിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ 300/11 മിക്സഡ് ആക്കി കാണിക്കാം. 300/11 മിക്സഡ് ആക്കുമ്പോൾ നോക്കിക്കോണം, 2 22, ബാക്കി വരുമ്പോൾ 8 0 7 77, ബാക്കി വരുമ്പോഴത്തേന് 3 ആയി. അപ്പം മെയിൻ ആൻസർ 27. ശിഷ്ടം 3 ന്യൂമറേറ്ററായിട്ട്, ഹരിച്ച സാധനമായ ഡിവൈസർ താഴെ ഡിനോമിനേറ്ററായിട്ട് 27ഉം 11ൽ 3. ഓക്കെ ആണോ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു സംഖ്യയെ അല്ലെ ഒരു സാധാരണ അല്ലെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ എങ്ങനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാമെന്ന് മനസ്സിലായി. ഇനി മിക്സഡ് ഫ്രാക്ഷനെ തിരിച്ചൊരു നോർമൽ ഫ്രാക്ഷനിലോട്ട് എങ്ങനെ കൊണ്ടുവരാമെന്ന് നമുക്ക് അടുത്തതായിട്ട് നോക്കാം. ഇനി നോക്കിക്കേ, മിശ്രഭിന്ന സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ മിശ്രഭിന്ന സംഖ്യകളെ നോർമൽ ഒരു ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 1ഉം 1/3 നോർമൽ ഫ്രാക്ഷൻ ആക്കാൻ ഇത് 2 അങ്ങ് ഗുണിക്കണം. 3 1 3, എന്നിട്ട് അതിൻ്റെ കൂടെ ഇത് കൂട്ടണം. ഇത് 2 ഗുണിക്കണം, ഇത് കൂട്ടണം. അപ്പം 3 1 3, 3 1 കൂട്ടിയാൽ 4, അത് അംശമായിട്ട് വരണം. പിന്നെ ഛേദം എപ്പോഴും
ആ ഛേദം തന്നെയായിരിക്കും, ഒറിജിനൽ ഛേദം തന്നെയായിരിക്കും 3. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി 4/3. അടുത്ത നോക്കിയേ, ഇത് രണ്ടും കൂടെ ഗുണിച്ചു 15, ഇത് കൂട്ടി 15 1 16 ഛേദം എപ്പോഴും അത് തന്നെ 5. അടുത്ത നോക്കിക്കേ, ഇത് രണ്ടും കൂടെ ഗുണിച്ചു 7 4 28, ഇത് കൂട്ടി 31/4. അടുത്ത നോക്കിക്കേ, ഇത് രണ്ടും കൂടെ ഗുണിച്ചു 4 2 8, 8 3 11 ÷ 4. ഓക്കെ ആണോ? അപ്പോൾ മിക്സഡ് ഫ്രാക്ഷനെ സാധാരണ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ ഇത് രണ്ടും കൂടെ ഗുണിക്കുന്നു, ഇത് കൂട്ടുന്നു, അടിയിൽ എപ്പോഴും ഛേദം അതുപോലെ തന്നെ എഴുതുന്നു. ഓക്കെ ആണോ? അപ്പോൾ അടുത്തത് ഇനി ഭിന്നസംഖ്യകൾ എങ്ങനെ ഗുണിക്കാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭിന്നസംഖ്യകൾ എങ്ങനെ ഗുണിക്കാം? ഒന്നുമില്ല, അംശം കൂടെ ഗുണിക്കുന്നു, ഛേദം കൂടെ ഗുണിക്കുന്നു, വേറൊന്നുമില്ല. ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ ന്യൂമറേറ്ററിനെ ന്യൂമറേറ്റർ കൊണ്ട് ഗുണിക്കുന്നു, ഡിനോമിനേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഗുണിക്കുന്നു. ഇനി താഴെ മേളിലും വെട്ടാൻ അറിയാവുന്നവർക്ക് വെട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ വെട്ടിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് വെട്ടാനൊന്നുമില്ല. 4 3 12, പിന്നെ 7 5 35. ചെറുതാക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതാക്കാം, ആരുമില്ല. അടുത്തത് അംശം കൂടെ I3 15, 6 2 12. നോക്കിക്കേ, ഇത് രണ്ടും കൂടെ വെട്ടി ചെറുതാക്കാം. ചെറുതാക്കുമ്പോൾ 3 വെച്ച് ചെറുതാക്കുമ്പോൾ ഇത് 5, ഇത് 4, നമുക്ക് 5/4 എന്ന് എഴുതാം. ഇതങ്ങനെ ചെയ്യാതെ 6 3 കൂടെ വെട്ടി വേണേലും എടുക്കാം. 1 3 3, 2 3 6, 5 × 1 5, 2 × 2 4, അങ്ങനെ വേണേലും ചെയ്യാം. അടുത്തത് വെട്ടാൻ വല്ലതും ഉണ്ടേ വെട്ടിക്കോ, കുഴപ്പമില്ല. ഇത് ഇതോടെ വെട്ടാം. 1 2 2, 2 2 4. ബാക്കി അംശം എല്ലാം കൂടെ ഗുണിക്കും. 1 × 1 1, 1 × 3 3 7 5 35, 35 × 2 70. നമ്മുടെ ആൻസർ 3/70. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ താഴെയും മുകളിലും വെട്ടിക്കളയാൻ വല്ലതും ഉണ്ടേ വെട്ടിക്കളയാം. അതല്ലെങ്കിൽ ന്യൂമറേറ്റർ കൊണ്ട് ഗുണിക്കുക, ഡിനോമിനേറ്റർ കൊണ്ട് തന്നെ ഗുണിക്കുക. ഇനി ഭിന്നസംഖ്യകൾ എങ്ങനെ ഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഭിന്നസംഖ്യകൾ എങ്ങനെ ഹരിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, 2/5 ÷ 3/7. ഈ സംഖ്യകൾ ഹരിക്കാനായിട്ട് വേറൊന്നുമില്ല, ഇതിൻ്റെ എപ്പോഴും ഭിന്നസംഖ്യകൾ ഹരിക്കാൻ അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ വ്യൂൽക്രമം കൊണ്ട് റെസിപ്രോക്കൽ കൊണ്ട് ഗുണിച്ചാൽ മതി. ഒന്നുമില്ല, 2/5 ഹരിക്കാൻ 2/5 ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് 7/3. 3/7 തിരിച്ചിടുമ്പോൾ 7/3. വെട്ടാൻ വല്ലതും ഉണ്ടേ? ഇല്ല, വെട്ടത്തില്ല. 7 2 14, I3 15. നമ്മുടെ ആൻസർ 14/15. അടുത്തത് ഇവരെ രണ്ടുപേരെയും കൂടെ ഡിവൈഡ് ചെയ്യണം. ഭിന്നസംഖ്യകൾ ഫ്രാക്ഷൻസ് ഡിവൈഡ് ചെയ്യാൻ ഒന്നുമില്ല, ഇവരുടെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിച്ചാൽ മതി. 2/5 × 3/4. 1 2 2, 2 2 4. 3 1 കൂടെ ഗുണിച്ച് 3, 5 2 കൂടെ ഗുണിച്ച് 10. നമ്മുടെ ആൻസർ 3/10. അടുത്തത് ഇത് 3 കൂടെ ചെയ്യണം. നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടെ അങ്ങ് ഗുണിക്കാം. 5 1 5 ഡിവൈഡഡ് ബൈ 6 7 42 ഡിവൈഡഡ് ബൈ 5/7. നമ്മൾ പഠിച്ചു, ഒരു ഭിന്നസംഖ്യയെ ഹരിക്കാൻ അവരുടെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കുക. ഒന്നുകൂടെ പറയുന്നു, ഭിന്നസംഖ്യയെ ഹരിക്കാൻ അവരുടെ റെസിപ്രോക്കൽ എടുത്ത് ഗുണിക്കുക. 5/42 × 7/5. ഈ 5 കൂടെ വെട്ടിപ്പോകുന്നു. 7 7, ഇത് 6. നമ്മുടെ ആൻസർ കിട്ടുന്നു 1/6. അപ്പോൾ ഓർത്തു വെച്ചോളാം, ഭിന്നസംഖ്യകളെ ഹരിക്കാൻ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക, തിരിച്ചിട്ടിട്ട് ഗുണിക്കുക. ദെൻ അടുത്തത് ഇനി ഭിന്നസംഖ്യകളെ കൂട്ടാനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭിന്നസംഖ്യകളെ കൂട്ടാൻ എപ്പോഴും ആലോചിച്ചോളാം. ഭിന്നസംഖ്യകളെ കൂട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ഛേദം സെയിം ആണോ എന്ന് നോക്കണം. ഛേദം സെയിം ആണെങ്കിൽ, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഇത് ചുമ്മാ കൂട്ടിയിട്ട് ന്യൂമറേറ്റർ ചുമ്മാ കൂട്ടുക. നോക്കുക, 3 6 9, 9 1 10. എന്നിട്ട് അതേ ഛേദം തന്നെ അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വന്നു? 10/11. ഞാൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? അതായത് ഫ്രാക്ഷൻസ് കൂട്ടാൻ ഡിനോമിനേറ്റർ സെയിം ആണോ എന്ന് ആദ്യം നോക്കുക. എല്ലാ ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ ഇത് കൂട്ടാനായിട്ട് ഒന്നുമില്ല,
ഇതെല്ലാം കൂടെ ന്യൂമറേറ്റർ എല്ലാം കൂടെ കൂട്ടിയിട്ട് ചെയ്തത് അത് തന്നെ കൊടുത്താൽ മതി. ഇവിടെ നോക്കിയാൽ അടുത്തത് 7 8 15, 15 1 16. ഡിനോമിനേറ്റർ അത് തന്നെ 30, 16/30. ഇത് വേണമെങ്കിൽ ചെറുതാക്കാം. 16 30 2 വെച്ച് ഭാഗിക്കുമ്പോൾ ഇത് 8 ആവും, ഇത് 15 ആവും. അടുത്തത് 5/6, 1/6 കൂടെ കൂട്ടണം. ഛേദം സെയിം ആണ് രണ്ടിന്റെയും. അപ്പൊ നോർമലി കൂട്ടിയിട്ട് ഛേദം അത് തന്നെ. 5ഉം 1ഉം 6 അംശം കൂട്ടിയപ്പോ ഛേദം അത് തന്നെ എപ്പോഴും 6/6. എപ്പോഴും ഒരു സംഖ്യ ബൈ ആ സംഖ്യ എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. നമ്മുടെ ആൻസർ 1. ഓക്കെ ആണോ? അപ്പോ അടുത്തത്. അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ചത് അതായത് ഛേദം ഡിനോമിനേറ്റർ സെയിം ആയ ഭിന്നസംഖ്യകൾ കൂട്ടാനാണ്. ഇനിയും ഛേദം സെയിം അല്ലാത്ത ഭിന്നസംഖ്യകളാണെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ LCM എടുത്ത് ചെയ്യുന്നവരുണ്ട്, ഇതല്ലാതെ ചെയ്യുന്നവരുണ്ട്. നമുക്ക് LCM എടുത്തും ചെയ്യാം, അല്ലാതെ ഞാൻ പഠിപ്പിക്കാം. ശ്രദ്ധിക്കുക, 2 ഫ്രാക്ഷനൊക്കെ ഉള്ളൂ എങ്കിൽ, ഒന്നുകൂടെ പറയുന്നു, 2 ഫ്രാക്ഷനേ ഉള്ളൂ, ഇത് രണ്ടും കൂടെ കൂട്ടണം. ഛേദം സെയിം അല്ല. ഛേദം സെയിം അല്ലെങ്കിൽ ഇങ്ങോട്ട് നോക്കിയേ. ആദ്യം ഇത് രണ്ടും കൂടെ ഗുണിച്ചു, 5ഉം 2ഉം കൂടെ ഗുണിച്ച് 10, ഇവിടുന്ന് പോകണം കേട്ടോ. പ്ലസ് ഇത് രണ്ടും കൂടെ ഗുണിച്ചു, 1ഉം 3ഉം കൂടെ ഗുണിച്ച് 3, പ്ലസ് ആയതുകൊണ്ടാ പ്ലസ് വന്നത്. ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ ഗുണിച്ചു, i3 15. ഒന്നുകൂടെ പറയാം, നമ്മൾ ചെയ്ത സ്റ്റെപ്പ് 2ഉം 5ഉം 10 പ്ലസ് 1ഉം 3ഉം 3 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ 15. അപ്പൊ ഇത് കൂട്ടി വരുമ്പോൾ നമ്മുടെ ആൻസർ 13/15. ഓക്കെ ആണോ? തന്നെ അടുത്തത് ഛേദം സെയിം ആണോ നോക്കണം. അല്ല. അപ്പൊ ആദ്യം ഇത് രണ്ടും കൂടെ ഗുണിച്ചു, 6 36, ഇടയ്ക്ക് പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഇട്ടു. ഇത് രണ്ടും കൂടെ ഗുണിച്ചു 7 5 35 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ ഗുണിച്ചു 6 7 42. 36 35 കൂടെ കൂട്ടുമ്പോൾ 71/42 എന്ന് വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഛേദം സെയിം ആണോന്ന് നോക്കണം. അല്ല. ഇത് രണ്ടും കൂടെ ഗുണിച്ച് 7 4 28, ഇവിടെ പ്ലസ് വന്നു, 5ഉം 10ഉം 50 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ 10 4 40. 28ഉം 50ഉം കൂടെ കൂട്ടി 78/40 എന്ന് വന്നു. ഈ 78/40 വെട്ടിക്കളയുമ്പോൾ 39/20 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഈ 10ഉം 5ഉം കൂടെ വെട്ടിക്കളയൊന്നും ചെയ്യരുത്, അത് ഗുണിക്കുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ ഇതിനേക്കാളും വലിയ ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. അപ്പൊ നോക്കിയേ, 2/3 പ്ലസ് 5/6 പ്ലസ് 1/2 ഇത്ര ആഡ് ചെയ്യണം. ഇവരുടെ ഛേദം സെയിം അല്ല. ഇനി ഞാൻ മുമ്പേ പറഞ്ഞ പരിപാടി 2 എണ്ണത്തിനായി എളുപ്പം, 3 എണ്ണത്തിന് നടക്കും. ഇത് രണ്ടും കൂടെ ചെയ്തിട്ട് ഇതുമായിട്ട് ചെയ്യണം, അപ്പോഴത്തേന് PSC പരീക്ഷ കഴിയും. അപ്പൊ ഈ പറയുന്ന പരിപാടിയൊന്നും അവിടെ കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ 2ൽ കൂടുതൽ സംഖ്യകളാണെങ്കിൽ, ഛേദം സെയിം അല്ല എങ്കിൽ കൂട്ടാനായിട്ട് ഇവരുടെ LCM എടുക്കണം. ആരുടെ LCM എടുക്കണമെന്ന് ചോദിച്ചാൽ ഡിനോമിനേറ്ററിന്റെ LCM എടുക്കണം. 3ന്റെയും 6ന്റെയും 2ന്റെയും LCM എടുക്കണം. ഡിനോമിനേറ്ററിന്റെ LCM എടുത്തപ്പോൾ ചെയ്ത് സൈഡിൽ കൊണ്ടുവന്ന് 3ന്റെ 6ന്റെ 2ന്റെ LCM എടുത്ത് നോക്കുക. 3 6ന്റെ 2ന്റെ LCM ഇങ്ങനെ ചെയ്ത് നോക്കുക. LCM 6 ആയിരിക്കും. LCM എടുക്കാനുള്ള എളുപ്പവഴികളൊക്കെ ഉണ്ട്, ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാം. LCM എടുത്ത് നോക്കുമ്പോൾ നമുക്ക് LCM കിട്ടി 6. ഈ LCM ആയിരിക്കും എപ്പോഴും ഇവരുടെ ഛേദം. അത് അടിയിലോട്ടം കൊടുത്തു. ദെൻ ഇവിടെ തന്നിരിക്കുന്ന ഓരോ സംഖ്യയെയും അല്ലെ ഓരോ ഭിന്നസംഖ്യയെയും ഈ LCM ആയ 6 കൊണ്ട് ഗുണിക്കുക. 2/3 6 കൊണ്ട് ഗുണിക്കുക, 5/6 6 കൊണ്ട് ഗുണിക്കുക, 1/2 6 കൊണ്ട് ഗുണിക്കുക. 1 3 3 2 3 6. 2ഉം 2ഉം കൂടെ ഗുണിച്ചപ്പോൾ ഈ ഭാഗം മൊത്തം 4 ആയി. പ്ലസ് 6 6 വെട്ടിക്കളഞ്ഞ് ബാക്കി എത്രയേ ഉള്ളൂ? 5 പ്ലസ് 1 2 2 3 6, ബാക്കി 3 1 ഗുണിച്ച് 3. 4ഉം 5ഉം കൂട്ടുമ്പോൾ 9 വന്നു. 9 3 കൂട്ടി 12/6 വന്നു. ഈ 6ഉം 12ഉം വീണ്ടും വെട്ടിക്കളഞ്ഞ് നമ്മുടെ ആൻസർ 2 എന്ന് വരും. ഓക്കെ ആണോ? അപ്പൊ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇച്ചിരൂടെ മനസ്സിലാവും. നോക്കുക, ഇവരുടെ ഛേദം ഡിഫറൻ്റ് ആണ്. ഛേദം ഒന്ന് തന്നെ ആയിരുന്നെങ്കിൽ അംശം മാത്രം കൂട്ടിയിട്ട് ആ ഛേദം കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല. അപ്പോൾ ഛേദം ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇവരുടെ LCM എടുക്കാം. 5ന്റെയും 10ന്റെയും 15ന്റെയും LCM സൈഡിൽ കൊണ്ട് എടുത്ത് നോക്കിക്കോളുക. ഇവരുടെ LCM 30 ആയിരിക്കും. ദെൻ
എപ്പോഴും ഡിനോമിനേറ്റർ 30 അതുപോലെ എഴുതി. ദെൻ എല്ലാ ഭിന്നസംഖ്യയെയും 30 കൊണ്ട് ഗുണിക്കുന്നു. 3നെയും 30 കൊണ്ട് ഗുണിക്കുന്നു. 5 5 I 6 30. അപ്പൊ ഈ ഭാഗത്ത് 6 7 കൂടെ ഗുണിച്ച് 42 എഴുതി. ഇടയ്ക്ക് പ്ലസ് ആണ്. 10 30 കൂടെ ഗുണിച്ചാൽ 3 വന്നു. 3 7 21 പ്ലസ് ആണ്. ഇടയ്ക്ക് മൈനസ് ആയിരുന്നു, മൈനസ് ഇട്ടേനെ. 1 15 15 20 15 30 രണ്ടും കൂടെ ഗുണിച്ച് 4 എന്ന് എഴുതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ കൂട്ടി 42 21 52 62 63 4 67/30 എന്ന് കിട്ടി. വെട്ടാൻ വല്ലതും ഉണ്ടെങ്കിൽ വെട്ടിയെടുക്കണം. ഇതുപോലെ ഒരു ക്വസ്റ്റിനോട് നോക്കിക്കേ. ഇവരുടെ കൂട്ടണം. ഇവരുടെ ഛേദം 1 അല്ല, ഛേദം 1 ചുമ്മാ അംശങ്ങളെല്ലാം കൂടെ ഗുണിച്ച് 15 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ ഗുണിച്ചെഴുതുക. 5 × 8 40. 16 നിന്ന് 15 കുറച്ചാൽ 1/40 എന്ന് കിട്ടും. കൂട്ടിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ കുറച്ചു. ഒന്നുകൂടെ അടുത്ത ക്വസ്റ്റ്യൻ. ഛേദം തുല്യമല്ല, രണ്ടെണ്ണമേ ഉള്ളൂ എങ്കിൽ ആദ്യം ഇവിടുന്ന് തന്നെ വരണം കേട്ടോ, അല്ലെ മൈനസ് ആവും. 9 × 7 63. നടുക്കത്തെ സിമ്പൽ മൈനസ്. 3 × 11 33 ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടെ 11 × 7 77. 63 നിന്ന് 33 കുറച്ചാൽ 43 53 63 30/77 എന്ന് വരും. വെട്ടാനായിട്ട് ഒന്നുമില്ല. അടുത്തത് ഛേദം തുല്യമല്ല പറഞ്ഞോ. 4 × 2 × 4 8 മൈനസ് 1 × 5 5 ഡിവൈഡ് ബൈ 5 × 4 20. 8 ന്ന് 5 പോയാൽ 3 3/20. എളുപ്പമല്ലേ? അടുത്ത മോഡൽ. then അടുത്തത് 3 പേരെ കുറയ്ക്കണം. ഇനി 2 പേരായിരുന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഈ പരിപാടി ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ 2 കൂടുതലുണ്ട്. ഇനി ഛേദം തുല്യമായിരുന്നെങ്കിൽ ഛേദം അതുപോലെ എഴുതിയിട്ട് അംശത്തിൽ ചെയ്താൽ മതിയായിരുന്നു. ഇവിടെ അതുമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുമ്പേ പറഞ്ഞ പോലെ ഇവരുടെ LCM എടുക്കണം. 9ന്റെയും 3ന്റെയും 3ന്റെയും LCM. 9ന്റെ 3ന്റെ 3ന്റെ LCM എന്ന് പറഞ്ഞാൽ അത് 9 ചെയ്ത് നോക്കിയോളൂ. 9. ഇനി ഓരോ 9 ആ 9 ഇവിടെ ഗുണിക്കണം, ഈ 9 ഇവിടെ ഗുണിക്കണം, ഈ 9 ഇവിടെ ഗുണിക്കണം. എല്ലാ ഭിന്നസംഖ്യയുടെയും കൂടെ 9 ഗുണിച്ചു. 9 9 കൂടെ വെട്ടിക്കളഞ്ഞ് ഇവിടെ 8 വന്നു. ഇടയ്ക്കത്തെ സിമ്പൽ മൈനസ് ആണ്. ഒരു 3 കൂടെ ഗുണിച്ച് ഇവിടെ 6 വന്നു. സോറി 6 അല്ല 3 വന്നു. ഇവിടെ വരുമ്പോഴത്തേന് 3 വന്നു. അതിനുശേഷം പിന്നെ ഇതോടെ വെട്ടി വരുമ്പോഴത്തേന് എത്ര? 1 3 3 3 2 എത്ര? 6 വന്നു. അപ്പൊ നമുക്ക് 8 മൈനസ് 3 മൈനസ് 6/9 എന്ന് ചെയ്യണം. നോക്കിക്കോളാം. 8 നിന്ന് 3 പോയാൽ 5. 5 നിന്ന് 6 പോയാൽ, ചെറുതിൽ നിന്ന് വലുത് പോയാൽ -1/9 എന്ന് വരും. ഓക്കെ. അടുത്തത് 3 പേരുണ്ട്. ഛേദം സെയിം അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവരുടെ LCM, ആരുടെ? ഛേദത്തിന്റെ LCM 12ന്റെയും 4ന്റെയും 6ന്റെയും LCM എടുക്കണം. അത് 12 സൈഡിൽ കൊണ്ട് എടുത്ത് നോക്കിക്കോളാം. ദെൻ എല്ലാ അടിയിൽ എപ്പോഴും ഛേദം ആയിരിക്കും. ഛേദം എപ്പോഴും LCM ആയിരിക്കും. 12 ഇവിടെ ഗുണിക്കണം, 12 ഇവിടെ ഗുണിക്കണം, 12 ഇവിടെ ഗുണിക്കണം. 12 12 കൂടെ വെട്ടിപ്പോകുമ്പോൾ 8 മൈനസ് 1 4 4 3 4 12 3 3 കൂടെ ഗുണിച്ച് 9. ഓക്കെ ആണോ? മൈനസ് 1 6 6 ഈ 6 12 2 1 കൂടെ ഗുണിച്ച് 2. 8ൽ നിന്ന് 9 പോയാൽ ഇവിടെ നോക്കാം. 8ൽ നിന്ന് 9 പോയാൽ -1 -1 -2 എന്ന് പറഞ്ഞാൽ -1 -2 കൂടെ കുറയ്ക്കുമ്പോൾ -1ൽ നിന്ന് -2 കുറയ്ക്കുമ്പോൾ -3/12 എന്ന് വരും. ഈ മൈനസും വേണമെങ്കിൽ വെട്ടിക്കളയാം 3 വെച്ച്. -1/4 എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ഇതുപോലെ കുറച്ചുകൂടെ വലിയ ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ ചോദ്യം നോക്കുക. 1/4 + 1/3 + 1/6. ഛേദം സെയിം ആയിരുന്നു, നമുക്ക് എളുപ്പമായിരുന്നു. പ്ലസും മൈനസും ഒക്കെ വന്നിട്ടുണ്ട്. ഛേദം സെയിം അല്ല. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അവരുടെ LCM എടുക്കണം. 4ന്റെയും 3ന്റെയും 6ന്റെയും LCM എടുക്കണം. 4ന്റെയും 3ന്റെയും 6ന്റെയും LCM സൈഡിൽ കൊണ്ട് എടുത്തു നോക്കിക്കോളാം. അത് 12. സംശയമുള്ളവർക്ക് വേണ്ടി 4 3 6 നമുക്ക് 2 വെച്ച് വെട്ടുമ്പോൾ 3 വെച്ച് ഒരുമിച്ച് വെട്ടാൻ പറ്റത്തില്ല. ഇത് 2 ഇത് 3 ഇത് 3 ആവും. 3 വെച്ച് വെട്ടുമ്പോൾ
ഇതോ 2, ഇതൊന്ന്, ഇതൊന്നാവും. ഒരു 3, 2, 6, 6, 2, 12 വരും. ആ 12 LCM എപ്പോഴും ഛേദമായിട്ട് തന്നെ കൊടുക്കുക. ദെൻ എല്ലാവനെയും, അതായത് എല്ലാ ഭിന്നസംഖ്യയെയും ഒരു 12 കൊണ്ട് നമ്മൾ അങ്ങ് ഗുണിക്കുക. നോക്ക, 1 4 4 3 4 12 3 പ്ലസ് 1 3 3 3 4 12 4 ഒന്നുകൂടെ ഗുണിച്ച് 4 മൈനസ് 1 6 6 6 12 2 ഒന്നുകൂടെ ഗുണിച്ച് 2 4 3 7 7ൽ നിന്ന് 2 കുറച്ചാൽ 5. നമുക്ക് ആൻസർ എഴുതാം 5/12. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ മിക്സഡ് ഫ്രാക്ഷൻ ആണ്. കുഴപ്പമില്ല, നമുക്ക് അവനെ ഇത് നോർമൽ ഒരു ഫ്രാക്ഷൻ ആക്കി എല്ലാത്തിനെയും മാറ്റാം. നിങ്ങൾ എന്നെ സഹായിക്കും, എൻ്റെ ഒപ്പം പറഞ്ഞു പോകും. ആദ്യം ഇത് രണ്ടും കൂടെ ഗുണിക്കണം. 5ഉം 2ഉം 10, 10ഉം ഒന്നുകൂടെ കൂട്ടി 11/2 എന്ന് വരും. പ്ലസ് 3ഉം 3ഉം കൂടെ ഗുണിച്ച് 9, 9ഉം 2ഉം കൂടെ കൂട്ടി 11/3 എന്ന് വന്നു. മൈനസ് 6ഉം 2ഉം കൂടെ ഗുണിച്ച് 12, 12 ഒന്നുകൂടെ കൂട്ടി 13/6 എന്ന് വന്നു. ഇനിയും ഛേദം സെയിം അല്ല. ഛേദം സെയിം അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഡിനോമിനേറ്ററിന്റെ LCM എടുക്കണം. ഇവരുടെ LCM സൈഡിൽ കൊണ്ട് എടുത്ത് നോക്കുക. 6 ഉറപ്പായിട്ടും. അപ്പോൾ ആ LCM ആയ 6 എപ്പോഴും ഛേദമായിട്ട് വരും. ഇനി കഴിഞ്ഞില്ല, 6 ഇവിടെ ഗുണിക്കണം, 6 ഇവിടെ ഗുണിക്കണം, 6 ഇവിടെ ഗുണിക്കണം. 1 2 2 2 ഗുണം 3 ആണ് 6. ദെൻ 11 3 കൂടെ ഗുണിച്ച് 33 ഇവിടെ എഴുതി. ഇടയിൽ പ്ലസ് ആണ്. 1 3 3 23 6 11ഉം 2ഉം കൂടെ ഗുണിച്ച് 22 ഇവിടെ എഴുതി. ഇടയിൽ മൈനസ് ആണ്. 6 6 വെട്ടിക്കളഞ്ഞ് 13 ഇവിടെ എഴുതി. വേറെ ഒന്നും ഗുണിക്കാനായിട്ടില്ല. 33 22 കൂടെ ഗുണിച്ചാൽ 55 വരും. 55ൽ നിന്ന് 13 കുറയ്ക്കണം, 45. 42/6 വന്നു. ഈ 42 6 കൂടെ ചെറുതാക്കുമ്പോൾ നമുക്ക് കിട്ടും നമ്മുടെ ആൻസർ 6 വെച്ച് 7, 6 42 ആയതുകൊണ്ട് നമ്മുടെ ആൻസർ 7. ഇതുപോലെ 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം, കുറച്ചുകൂടെ വലിയ ചോദ്യങ്ങൾ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 2 and 1/2 into 1 and 2/3 divided by 1 1/3 എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് 3ഉം കൂടെ ചെയ്യണം. നമുക്ക് ആദ്യം ഇവരുടെ മിക്സഡ് ഫ്രാക്ഷൻ മാറ്റാം. ഇത് 2 കൂടെ ഗുണിച്ച് 4, ഇത് കൂട്ടുമ്പോൾ 4 1 5/2 ഇൻറ്റു അതുപോലെ കൊടുത്തു. 3 ഒന്നുകൂടെ ഗുണിച്ച് 3, 3ഉം 2ഉം കൂടെ ഗുണിച്ച് 5/3 അതുപോലെ കൊടുത്തു. ഡിനോമിനേറ്റർ എപ്പോഴും അത് തന്നെയായിരിക്കും. ഡിവൈഡഡ് ബൈ നോക്കിക്കോണം. 3 ഒന്നുകൂടെ ഗുണിച്ച് 3, 3 ഒന്നുകൂടെ കൂട്ടി 4, 4/3 4/3 അതുപോലെ കൊടുത്തു. ഇനി നമുക്കറിയാം ഇത് വേണമെങ്കിൽ ഗുണിച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കാം. നമുക്ക് തൽക്കാലം ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റെസിപ്രോക്കൽ കൊണ്ട് തിരിച്ചിട്ട് ഗുണിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് അവരത് ഇങ്ങനെ എഴുതാം. 5/2 ഇൻറ്റു 5/3 ഡിവൈഡ് ചെയ്യുന്നതിന് പകരം തിരിച്ച് ഇൻറ്റു 3/4 എന്ന് കൊടുത്തു. ഈ 3 കൂടെ ക്യാൻസൽ ആവും, കാര്യം എല്ലായിടത്തും ഉണ്ട്. 5 5 കൂടെ വേറെ ഇനിയൊന്നുമില്ല, ഇവരെല്ലാം കൂടെ ഗുണിക്കണം. 5 5 കൂടെ ഗുണിച്ച് 25 ഡിവൈഡഡ് ബൈ ഇതെല്ലാം കൂടെ ഗുണിക്കണം. 4ഉം 2ഉം കൂടെ ഗുണിച്ച് 8. നമ്മുടെ ആൻസർ 25/8. അടുത്തത് നമ്മൾ ആദ്യം ഇതിനെ മിക്സഡ് മാറ്റണം, ഇംപ്രോപ്പർ ആയിട്ടൊരു ഫ്രാക്ഷൻ ആക്കണം. ആദ്യം ഇത് 2 കൂടെ 15ഉം ഇത് കൂട്ടി 16 ഡിനോമിനേറ്റർ ഛേദം 5 ഡിവൈഡഡ് ബൈ ഇത് 2 കൂടെ 5ഉം 2ഉം 10, 10 1 11/5 ഇൻറ്റു ഇത് 2 കൂടെ 5ഉം 2ഉം 10, 11 കൂട്ടണം 11/2. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ആദ്യം ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിരിച്ചിട്ട് ഗുണിക്കുക എന്നാണ്. അതായത് റെസിപ്രോക്കൽ തിരിച്ചിട്ട് ഗുണിക്കുക. അത് നമുക്ക് ചെയ്യാം. 16/5 ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഇൻറ്റു 5/11 ഇൻറ്റു 11/2 ഇങ്ങനെ വന്നു. താഴെ മേളും ഒരുപോലെ 11 വന്നുകൊണ്ട് അത് ക്യാൻസലായി. താഴെ മേളും ഒരുപോലെ 5 വന്നുകൊണ്ട് അത് ക്യാൻസലായി. 16ഉം 2ഉം കൂടെ വെട്ടിക്കളഞ്ഞ് 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മുടെ ആൻസർ സിമ്പിളായിട്ട് കിട്ടുന്നു 8.
ഓക്കെ ആണോ? അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച അത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ബാക്കി ടോപ്പിക്കുമായിട്ടോ കാണാമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം ജിറിൻ.